മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച സിനിമ നീലക്കുയിൽ നാടകമായി പ്രേക്ഷകരിലേക്ക് എത്തി. നീലക്കുയിലിന്റെ 70-ാം വാർഷികത്തിലാണ് സിനിമ നാടകമാകുന്നത്. മൺമറഞ്ഞുപോയ കലാകാരന്മാരെ സ്മരിച്ച് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നീലക്കുയിൽ ഒരിക്കൽ കൂടി വിസ്മയം തീർത്തു. വേദിയെ സമ്പന്നമാക്കുന്ന കലയുടെ മിന്നലോളങ്ങൾ വീണ്ടും പകർന്ന് നാടക കലാകാരന്മാർ. എനിക്ക് ഉറങ്ങാനാവുന്നില്ല. ഉറങ്ങാൻ അനുവദിക്കാത്ത എൻ്റെ ഇരുണ്ട മനസ്സ് വളരെ ടച്ചിങ് ആയിട്ട് പ്രേക്ഷകർക്ക് ഫീൽ ചെയ്ത തരത്തിലാണ് നാടകം അവതരിപ്പിക്കപ്പെട്ടത്. വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നുള്ള ഒരുപാട് അഭിപ്രായങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെ ആ കഠിന പരിശ്രമത്തിന് കിട്ടിയ ഒരു അംഗീകാരം, ഏറ്റവും വലിയ അംഗീകാരം അത് തന്നെയാണ്. അസാധാരണമായ അഭിനയ വൈഭവം, സംഗീത മേഘങ്ങൾ, കണ്ണീരിന്റെ തിളക്കത്തിൽ കോരിത്തെറിപ്പിച്ച ചില നിമിഷങ്ങൾ. അരങ്ങിലെ ഓരോ നിമിഷവും ഒരേ സമയം പ്രേക്ഷകരെ ചിന്തിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന അവിസ്മരണീയ അഭിനയം. ഒരു ബാലൻ്റെ ക്യാരക്ടർ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഒരു കൊച്ചുകുട്ടീൻ്റെ ഈ അവസ്ഥയിൽ കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ്. ആ വിഷമത്തിന് ചെയ്യുമ്പോഴാണ് ഇത് നമുക്ക് ഫീലിങ്സ് വേണത്. ആ ഫീലിങ്സിലാണ് ഇപ്പോൾ ഞാൻ ചെയ്തതിൽ എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രേക്ഷക മണ്ഡലത്തിൽ കലാരസികർ നിറഞ്ഞു കവിഞ്ഞു. നീലക്കുയിൽ എന്ന സാംസ്കാരിക ക്ലാസിന്റെ ഗാനം വേദിയിൽ ജീവിതമാക്കി തീർത്ത നാടക കലാകാരന്മാരുടെ പ്രകടനത്തിന് കരഘോഷങ്ങളുടെ തോരാത്ത പെരുമഴയായിരുന്നു. ഒരു പത്തായവും അതിൽ പകുതി നെല്ലും. ഇങ്ങനെ പോയാ എന്റെ കണ്ണടയും മുമ്പ് ഈ തറവാട് കൂടിയ അനാഥീനായി പോകുന്ന എന്റെ പേടി. നല്ല നാടകമാണ്, പഴയ ഫീലിംഗ് അല്ലേ, നന്നായിട്ടുണ്ട്. നല്ല നാടകമായിരുന്നു, ഇഷ്ടമായി. ജീവിക്കായിരുന്നു, നാടകമല്ല ജീവിതമായിരുന്നു. അന്നത്തെ നീലക്കുയിൽ അതേപടി അതിൻ്റെ നെക്സ്റ്റ് വേർഷൻ തന്നെ പറയാം, അതിഗംഭീരമായിരുന്നു. നീലക്കുയിലിന്റെ സംഗീതവും കഥയും ഓർമ്മിപ്പിച്ച് നാടക കലാകാരന്മാർ കലയുടെ മഹത്വം വീണ്ടും ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. മറ്റൊരു നാടകവേദി ഇവർ കീഴടക്കുമെന്ന് തീർച്ച. ജനം, തിരുവനന്തപുരം. ഒരു സിനിമ നാടകമായി വന്നതിന്റെ ഒരുപാട് ഓർമ്മകൾ കൂടി ഒരു അവസരത്തിൽ കടന്നു പോവുകയാണ്.